Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. 4 സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന്റെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഇത് രണ്ടിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. 10 സെഷൻ കൊണ്ടൊക്കെ എൻറ്റയർ സബ്ജക്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 8 ചോദ്യങ്ങളാണ്. സോ യൂഷ്വലി ഇപ്പൊ ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് ആയിട്ട് കണ്ടുവരുന്നത് 5 തിയറി ചോദ്യങ്ങൾ, 3 പ്രോബ്ലംസ്, ഇങ്ങനെയാണ് കണ്ടുവരാറ്. പ്രോബ്ലംസ് ചില സമയത്ത് കുറച്ചൊരു ടഫസ്റ്റ് ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. തിയറി ചിലത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് കണ്ടുവരാറ്. സോ പാർട്ട് ബി മറ്റ് പാർട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ, A ആണെങ്കിലും C ആണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് പലപ്പോഴും വരാറുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതെന്തായാലും മനസ്സിൽ വെച്ചോളൂ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. QTയുടെ ബേസിക്സ് എന്തായാലും ഉണ്ടായിരിക്കും ഒരു ചോദ്യം. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് നിർബന്ധമായും പഠിക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്. സോ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോറിലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്. സോ കോറിലേഷൻ അനാലിസിസ് എന്താണ്, നമ്പർ 1 കോറിലേഷൻ അനാലിസിസ് എന്താണ് നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസും ഇതിൻ്റെ അസംഷൻസ്, ഇതൊക്കെയാണ് തിയറി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കോറിലേഷൻ്റെ അസംഷൻസ് ഉണ്ട്, അസംഷൻസ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അസംഷൻസ് ഇതും നോക്കി വയ്ക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞു റിഗ്രഷൻ്റെ ഏരിയ ആണ്. ഇതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസ് എന്താണ് എന്നുള്ളത് പഠിക്കണം. ദെൻ റിഗ്രഷൻ്റെ പ്രോപ്പർട്ടീസ്, ഈ അസംഷൻ പറയണ പോലെ തന്നെ പ്രോപ്പർട്ടീസ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ, ഇതും 5 മാർക്കിന് വരാറുള്ളതാണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ correlation and regression. സോ ഇതിൽ ഏതെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 എണ്ണം വരെ, കോറിലേഷനിൽ നിന്ന് ഒരെണ്ണം, റിഗ്രഷനിൽ നിന്ന് ഒരെണ്ണം, എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായും പഠിക്കുക. ഞാൻ പറഞ്ഞു 8 ചോദ്യങ്ങളിൽ 5 തിയറി വരുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. റിഗ്രഷനും കോറിലേഷനിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി പ്രോബ്ലം ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മിക്കതും ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. സോ അതിൽ കോറിലേഷൻ്റെയോ റിഗ്രഷൻ്റെയോ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണ് നമുക്ക് 5 മാർക്കിൻ്റെ വരാറ്. ഒരു എസ്സേയും വരാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം ആണ് കോറിലേഷൻ്റെ, അതുപോലെ തന്നെ റിഗ്രഷൻ. കൂടുതൽ കോറിലേഷനാണ് നമ്മൾ പ്രോബ്ലം കണ്ടുവരാറ്.
5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം. അത് ചില സമയത്ത് നമുക്കിപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലൊക്കെ ഇല്ലേ, എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. ഇപ്പം എസ്സേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫ്രം ദി ബിഗിനിങ് ചെയ്ത് അവസാനം ആൻസറിലോട്ട് പോകേണ്ടതായിട്ട് വരാം. സിഗ്മ എക്സ് കണ്ടുപിടിച്ച് ഓരോ എൻ ഇൻറ്റു സിഗ്മ ആ ഇക്വേഷനിലേക്കുള്ള ഓരോ ഐറ്റംസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിച്ച് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാം. ഇവിടെ നമുക്ക് 5 മാർക്കിലേക്ക് വരുമ്പോൾ മിക്കതും ആ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കോറിലേഷനിൽ നിന്നോ റിഗ്രഷനിൽ നിന്നോ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. സോ ഈ ആദ്യത്തെ 3 ചാപ്റ്ററുകളാണ്, ഈ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ നൽകാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ 5 മാർക്കിലത്തെ ഒരു 3-4 അവിടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വരുന്ന ഏരിയാസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് പലപ്പോഴും കാണാറുള്ളതാണ്, എസ്പെഷ്യലി പ്രോബബിലിറ്റി. സോ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും വരാറുണ്ട്, പ്രോബ്ലം. അതുപോലെ തന്നെ തിയറി ഏതെങ്കിലും അതിൽ ഇപ്പോൾ അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. അഡീഷൻ റൂളോ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, പിന്നെ 2 മാർക്കിൻ്റെയിലും തിയറി കാണാറുണ്ട്, പ്രോബ്ലം ഒരെണ്ണവും വരാറുണ്ട്. അപ്പോൾ അത് ആണ് നമ്മൾ ഇതിൻ്റെ ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ 3 ഡിസ്ട്രിബ്യൂഷനിലെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് കമ്പൽസറി തിയറി ആണ്. അതില്ലാത്ത പേപ്പറുകളില്ല. നിങ്ങൾക്കപ്പോൾ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് പഠിച്ചു പോകാം. എന്തായാലും 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ 3 ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് വരുന്നത്. സോ അതിലാദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്, രണ്ടാമത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ്, മൂന്നാമത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. 3ൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വയ്ക്കുക. സോ ഈ പ്രോപ്പർട്ടീസിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരാറുണ്ട്, എൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ദെൻ ചില സമയത്ത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ആയിരിക്കും 5 മാർക്കിൻ്റെ ഇടാം. അപ്പോൾ പോയിസോണിൻ്റെയോ ബൈനോമിയലിൻ്റെയോ. ഇൻ മോസ്റ്റ് കേസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു തിയറി ചോദ്യമാണ്. ഓക്കെ, സോ ഇതാണ് പ്രോബബിലിറ്റിയുടെ ഏരിയയിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ബേസിക് പ്രോബബിലിറ്റി എന്നുള്ള ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ ബേസിക് തിയറി, അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ റൂൾ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനിലെ 3 ഡിസ്ട്രിബ്യൂഷനും തിയറി നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ഇത് ഓരോന്ന് എന്താണെന്നും പഠിച്ചു വയ്ക്കണം. ബൈനോമിയൽ എന്താണ്, പോയിസോൺ എന്താണ്, നോർമൽ എന്താണ്. നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ ഇതിൻ്റെ പ്രോബ്ലംസ് പഠിച്ച് അവസാനിപ്പിക്കാനുള്ള സമയമില്ലെങ്കിൽ അതിൻ്റെ ബേസിക് തിയറി എങ്കിലും നോക്കാം. അത് പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം ടൈം വേണ്ട. ബൈനോമിയൽ, പോയിസോൺ, നോർമലിൻ്റെ ഇപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം വേണ്ടതാണ്. അതിനുള്ള സമയമില്ലെങ്കിൽ ഈ തിയറി എങ്കിലും നോക്കി വയ്ക്കുക, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. മൂവിങ് ടു നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ LPP അതുപോലെ തന്നെ ഡിസിഷൻ, അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, LPP എന്താണ്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. LPP എന്താണ്? അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് in the formulation of LPP നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ എസ്സേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ, നമുക്ക് ഡിസിഷനെ റിലേറ്റ് ചെയ്തുള്ള തിയറി ചോദിക്കാം. ഡിസിഷൻ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എന്താണെന്നുള്ളതിൻ്റെ ബേസിക് കൺസെപ്റ്റും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു തിയറി ചോദ്യം ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. സ്കാറ്റർ ഡയഗ്രാം എന്താണ്? സ്കാറ്റർ ഡയഗ്രാം എന്താണ്? അതിൻ്റെ മെറിറ്റ്സ് തിയറി ചോദ്യമാണ്. അപ്പോൾ ലാസ്റ്റ് 3 വർഷങ്ങളായിട്ട് ട്രെൻഡിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഉള്ള സജഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിലേക്കുള്ള ഒരു 9 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. സോ ആദ്യം നിങ്ങൾ
ക്യൂട്ടിയുടെ ബേസിക് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് ക്യൂട്ടി, അതിന്റെ ഫങ്ഷൻസ്, നേച്ചർ, ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്. ഈ 3 ടോപ്പിക്കുകളും നിർബന്ധമായും പഠിച്ചു വെക്കുക. 2 മാർക്സിന് 5 മാർക്സിന് എസ്സേക്ക് 3ലും പ്രതീക്ഷിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോറിലേഷനും റിഗ്രഷനും ആണ് നമ്മുടെ മെയിൻ എന്താണ് പിടിവള്ളി ടോപ്പിക് എന്ന് പറയുന്നത്. അതിലെ കോറിലേഷൻ അനാലിസിസ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ അസംപ്ഷൻ, അതുപോലെ തന്നെ റിഗ്രഷൻ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ദെൻ കോറിലേഷന്റെയും റിഗ്രഷന്റെയും 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതിൽ കോറിലേഷനിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിഗ്രഷനിൽ നമുക്ക് സാധാരണ റിഗ്രഷൻ ഇക്വേഷൻ y(x)(y) മാത്രമല്ല, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ട് റിഗ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് പ്രോബ്ലം ഉണ്ട്, അതും നോക്കിയിരിക്കണം. ദെൻ പ്രോബിലിറ്റി ആണ് നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സമയമില്ലാത്തവർ അതിന്റെ തിയറി എങ്കിലും നോക്കി പോവാ. ബേസിക് പ്രോബിലിറ്റി, അതിന്റെ പ്രോബ്ലം, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ റൂള്, ഇൻവേഴ്സ് പ്രോബിലിറ്റിയുടെ കൺസെപ്റ്റ്, ബയസ് തിയറി ഒക്കെ നോക്കാം. അത് 2 മാർക്കിന്റെയൊക്കെയാണ്. പിന്നെ 3 ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ ബൈനോമിയൽ, പോയിസോൺ, നോർമൽ, 3 പ്രോപ്പർട്ടീസ്. പ്രോബ്ലം പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കാത്തവർ തിയറി എങ്കിലും നോക്കാം. ചില സമയത്ത് ബൈനോമിയലിന്റെയോ പോയിസോണിന്റെയോ ഏതെങ്കിലും ഒരു പ്രോബ്ലം എക്സാമിന് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് LPP എന്താണ്, അതിന്റെ സ്റ്റെപ്സ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് LPP എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ. ഫൈനലി സ്കാറ്റർ ഡയഗ്രാം എന്താണ്, അതിന്റെ മെറിറ്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങൾ. ഓക്കെ, സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ നമ്മളിപ്പോ ക്യൂട്ടിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻസ് ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.